ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം 1 പത്രോസ് 2 അധ്യായം അതിൻ്റെ 20 21 വാക്യങ്ങൾ ചേർത്ത് നാം ധ്യാനിക്കുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഈ വേദഭാഗം കഷ്ടം അനുഭവിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാകണം, നന്മ ചെയ്തിട്ടാവണം, നന്മ ചെയ്യുന്നതിലാവണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടം നന്മയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നതിൽ, നന്മ ചെയ്യുന്നതിൽ, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നതിൽ ഒരു കഷ്ടതയുണ്ട്. ആ കഷ്ടതയുടെ മാർഗമാണ് ക്രിസ്തു ക്രൂശിൽ കാണിച്ചു തരുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ, തൃത്വത്തിൻ്റെ ഹിതം നിറവേറുവാൻ, അതിനായി പുത്രൻ അനുഭവിക്കുന്ന പീഡാനുഭവം, പങ്കപ്പാട്, അത് രക്ഷയ്ക്ക് നിദാനമായിത്തീരുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം, അഥവാ ദൈവത്തിന് പ്രസാദമായത് ചെയ്യുന്നതിൽ കഷ്ടത ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എന്നതാണ് കഷ്ടതയുടെ അർത്ഥവും ആഴവും. ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുമ്പോൾ നന്മയ്ക്കായി കഷ്ടത ഏറ്റെടുക്കുന്നവർ ദൈവ ഇഷ്ടത്തിൽ പ്രസാദിക്കുന്നു. ചിലപ്പോഴെങ്കിലും കഷ്ടത എന്തുകൊണ്ട് നന്മ ചെയ്തിട്ടെന്ന് നാം ചിന്തിച്ചു പോകാം. നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് കഷ്ടത എന്ന്. ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും, നന്മ ചെയ്യുന്ന ഏതൊരാൾക്കും കഷ്ടത അതിൻ്റെ ഭാഗമാണ്. എന്നാൽ ദൈവം അത് മാനിക്കുകയും ദൈവം അതറിയുകയും ദൈവം തൻ്റെ മഹത്വത്തിലേക്ക് നിരന്തരം അവരെ അടുപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനുള്ള ആനന്ദമാണ് അതിൻ്റെ പ്രയോഗത്തിലെ കഷ്ടാനുഭവങ്ങളിൽ നമുക്ക് ബലവും നമുക്ക് തുണയും. അതുകൊണ്ട് ഈ കാലത്തും എക്കാലത്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് നമുക്കെല്ലാവർക്കും ദൈവഹിതത്തിനായി, നന്മയ്ക്കായി കഷ്ടങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യവും കൃപയും സമാധാനവും നൽകട്ടെ. ആമേൻ.